അപ്പോൾ അധികാരികളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. ദൈവം തന്നിരിക്കുന്ന ആത്മമണ്ഡലത്തിലെ ആത്മീയ അധികാരം ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്ത് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനത്തിലൂടെ. സ്തോത്രം. 3, മെച്യൂരിറ്റി, സ്പിരിച്വൽ മെച്യൂരിറ്റി നമുക്ക് ആവശ്യമാണ്. നമ്മൾ വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും ക്രിസ്തുവിൽ വളരണം. ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പക്വതയുള്ളവരായി, ആത്മീയ പക്വതയുള്ളവരായി തീരണമെന്ന് കർത്താവ്. അതിനാണ് ദൈവസഭ, വചന പഠനം, ആരാധന, പ്രാർത്ഥന ഒക്കെ ദൈവസഭ ക്രമീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവവചനപ്രകാരം ഒരു പ്രദേശത്തൊരു സഭ നിൽക്കുന്നത് അവിടെ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആടുകളെ, ദൈവത്തിൻ്റെ ജനത്തെ മുന്നോട്ട് ക്രിസ്തുവിൽ, വചനത്തിൽ വളർത്തി എടുക്കുക എന്ന ദൗത്യം ദൈവസഭയ്ക്ക് പല ദൗത്യങ്ങളിലൊന്നാണ്. അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ ലോക്കൽ സഭകൾ ശ്രദ്ധിക്കണം. അപ്പോൾ വചന പഠനം ലോക്കൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ഉള്ളപ്പോൾ തന്നെ വചന പഠനം ഏറ്റവും അത്യന്താവശ്യം. വചന പഠനത്തിൻ്റെ വിഷയങ്ങൾ വരുവാൻ, പ്രശ്നങ്ങൾ വരുവാൻ, പ്രശ്നസങ്കീർണമായി കാര്യങ്ങളെ പോകുന്നതിൻ്റെ കാരണം വചനം നല്ലതുപോലെ നമ്മൾ പഠിച്ചാൽ, വചനം നല്ലതുപോലെ നമ്മൾ അറിഞ്ഞിരുന്നാൽ, സ്തോത്രം, നമുക്ക് പലതിനും നമ്മൾ ക്രിസ്തുവിൻ്റെ വചനത്താൽ ബന്ധിക്കപ്പെട്ടാണ്. നമുക്ക് പലതും സംസാരിക്കാനൊക്കത്തില്ല. ജഡം ഉണരുമ്പോൾ വചനം നമ്മെ തടയും, ആത്മാവ് നമ്മളെ തടയും. വചനം പഠിക്കണം, വചനത്തിൽ നിലനിൽക്കണം. വചനമെന്ന കണ്ണാടിയിലൂടെ ഈ ലോകത്തെ ദർശിക്കാനാണ്, ഈ ലോകത്തെ നോക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സംഭവങ്ങളെയും, ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുദിനമുള്ള എല്ലാ കാര്യങ്ങളെയും വചനത്തിലൂടെ നമ്മൾ കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. വചനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. 4 നമ്മൾ പഠിക്കാനിടയായി കഴിഞ്ഞ ആഴ്ച ഇൻറ്റൻഷനാലിറ്റി. നമ്മുടെ ഒരു ശിഷ്യൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? അവൻ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? അവൻ ആയിരിക്കുന്നത് എന്തിനു വേണ്ടി? അവൻ എവിടെ നിന്ന് വന്നു? ദൈവം വിളിച്ച ആ വിളിക്ക് യോഗ്യമായി ഈ ലോകത്ത് നടക്കുമ്പോൾ അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും ഇൻറ്റൻഷൻ എന്താണെന്ന് കർത്താവ് നോക്കും. അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കാനുണ്ട്. പെട്ടെന്നൊന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് കൃപട്ടെ. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉദ്ദേശം എന്താണ്? ഇഷ്ടം, ലക്ഷ്യം. മാത്രമല്ല കുറച്ചുകൂടെ കടന്നുകയാൽ മനഃപൂർവ്വമുള്ള ഉദ്ദേശം എന്താണ്? ഉദ്ദേശം വിട്ട് പ്രവർത്തിക്കാൻ, ലക്ഷ്യം വിട്ട് പ്രവർത്തിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. അതിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ. പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അനുസരിച്ച് നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ചുള്ള ഈ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് നമ്മുടെ ഉദ്ദേശം മറ്റു പലതും ലക്ഷ്യം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അപ്പം ഒരു ശിഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിൽ, അല്ലെങ്കിൽ ഒരു ശിഷ്യ, ക്രിസ്തു ശിഷ്യയുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം, ഈ ലോകത്തിലായിരിക്കുന്നത് എന്തിനാണ്? ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട പ്രോജക്റ്റ്, ചെയ്തു തീർക്കേണ്ട ലക്ഷ്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനായി സാധ്യമാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ പഠിച്ചതിനകത്ത് 3-4 കാര്യങ്ങളൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻറ്റൻഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി വരുമ്പോൾ ഒരു 3-4 കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ധ്യാനിച്ച് പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത്. ഹല്ലേലൂയ. മാറ്റമുണ്ടാകണം, വളർച്ചയുണ്ടാകണം. നമ്മൾ കർത്താവിനെ അംഗീകരിച്ചു, കർത്താവിനെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മളൊരു സഭയിലായിരിക്കുന്നു, ലോക്കൽ സഭയിലായിരിക്കുന്നു. നമുക്ക് ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ട്. സഭയോട് ചേർന്ന് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വലിയ മാറ്റം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ക്രിസ്തുവിൽ ബിക്കമിങ് മോർ ലൈക്ക് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പോലെ ആകുന്നതിനുള്ള നിരന്തര മാറ്റം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമുക്കങ്ങനെ വളർച്ചയുണ്ടാകുന്ന സ്തോത്രം എന്നെങ്കിൽ മാത്രമേ ഒരു ഗ്രോത്ത് നമുക്കുണ്ടാകത്തുള്ളൂ, നമുക്കൊരു വളർച്ചയുണ്ടാകത്തുള്ളൂ. എന്താ വളർച്ചയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? ക്രിസ്തു എന്ന തലയോളം, ക്രിസ്തു പരിജ്ഞാനത്തിൽ, ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ വളരണം. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ റോൾ മോഡൽ ആരെന്ന് ചോദിച്ചാൽ കർത്താവാണ്. കർത്താവ് മുന്നേ നിൽക്കുമ്പോൾ കർത്താവിനെ പോലെയാകുക. കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന ബോധ്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മളിൽ ഉള്ളിൽ വസിക്കുന്നു എന്നാണ്. നമ്മൾ വിശ്വാസത്താൽ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. കർത്താവ് വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ പ്രൊജക്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കേണ്ട ഏറ്റവും ഉത്തമ മാതൃക എന്തെന്ന് ചോദിച്ചാൽ കർത്താവിനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ. യേശു കർത്താവിനെ ലോകം അറിയണം, കാണും. നമ്മളിലൂടെ അല്ലാതെ എങ്ങനെ കർത്താവിനെ അറിയപ്പെടുന്നത്?
ആമേൻ സ്തോത്രം. നമ്മുടെ നോട്ടത്തിൽ ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, ഒരു ദയാപൂർവമായ അനുകമ്പയിൽ, സ്നേഹത്തിൽ, കരുതലിൽ, ഇതൊക്കെ കർത്താവിൻ്റെ ദിവ്യമായ സ്വഭാവങ്ങളായിരുന്നു. ആ സ്വഭാവം നമ്മളിൽ നിന്ന് വെളിപ്പെടണം. ജഡമല്ല, ജഡത്തിൻ്റെ പ്രവൃത്തികളല്ല നമ്മളിൽ നിന്ന് വെളിപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ശക്തമായി സ്തോത്രം അതിന് ജഡത്തിൻ്റെ പ്രവൃത്തികളോട് ഇങ്ങനെ ഈ വക പ്രവർത്തിക്കുന്നവരൊന്നും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. പിന്നെയോ ആമേൻ ദൈവത്തിൻ്റെ വചനം ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, സ്തോത്രം, നിങ്ങൾക്കെല്ലാം അറിയാം, സ്നേഹം, സന്തോഷം, സമാധാനം. വരത്തേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താ? പറ. ഫലമാണ്. ഫലം കൊണ്ടാണ് നമ്മളെ തിരിച്ചറിയുന്നത്, ഇല്ലേ? കർത്താവ് തന്നെ പറയുന്നു, ഒരാളിനെ അറിയണമെങ്കിൽ, ഒരാളിനെ ശക്തമായ ഒരു ക്രിസ്തു ശിഷ്യനെ ലോകം അറിയണമെങ്കിൽ അവനിൽ നിന്ന് വെളിപ്പെടേണ്ട ആത്മഫലത്തിൽ നിന്ന് അത് വെളിപ്പെടേണ്ടത്. സ്തോത്രം. നമ്മുടെ സ്വഭാവം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഓരോ ദിവസവും നമുക്ക് ക്രിസ്തുവിൽ നമ്മൾ വളരും തോറും നമ്മളെന്ന സ്വയമെന്ന ഞാനെന്നുള്ള ഘടകം മരിച്ചു പോവുകയാണ്. അതിനെ അമർത്തി പോവുകയാണ്. ജഡം അത്ര ശക്തമാണ്. ആമേൻ സ്തോത്രം. കാന്തശക്തി പോലെ ലോകത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന പ്രത്യേക ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഈ ജഡം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, ലോകത്തോട് അതുകൊണ്ടാണ് ലോകത്തോട് അനുരൂപമാകാതെ, ഞാൻ മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള എന്ത് തിരിച്ചറിയണം? ദൈവഹിതം എവിടെ ഉള്ളത്? വചനത്തിനകത്ത് ദൈവഹിതം നമുക്കറിയാം. വചനത്തിനകത്തൂടെ, വചനം എന്ന കണ്ണാടിയിലൂടെ നമ്മൾ എല്ലാത്തിനെയും നോക്കി കാണുമ്പോൾ എന്താ? നമ്മൾ ക്രിസ്തുവിൽ വളരാൻ നമുക്ക് കർത്താവ്. അതുകൊണ്ടാണ് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. കാരണം നമ്മുടെ അകത്തെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. പക്ഷേ അനുദിനം നമ്മൾ മാനസാന്തരപ്പെടണം. കാരണം ലോകത്തിൽ നിന്ന് വരുന്ന ശക്തികൾ, ബാഹ്യശക്തികൾ നമ്മളെ തകർക്കാനാണ്, നമ്മുടെ ആത്മീയത നശിപ്പിക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു സമാനമായ സ്വഭാവത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനോടുള്ളൊരു പോരാട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ്, നമ്മൾ കളിക്കളത്തിലല്ല, പിന്നെ ഇവിടെ നമ്മൾ പോരാട്ടക്കളത്തിലാണ്. നമുക്ക് ഒരു ഫൈറ്റിംഗ് ഉണ്ട്. ഈ ലോകത്തോട് നമുക്കൊരു യുദ്ധമുണ്ട്, ലോകശക്തികളോട് നമുക്ക് യുദ്ധമുണ്ട്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തിനോടാണ് നമുക്ക് പോരാട്ടമുള്ളതെന്ന് കർത്താവ് നമ്മളെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ബിക്കമിങ് മോർ ലൈക്ക് ക്രൈസ്റ്റ്, ആമേൻ, കർത്താവിനെ പോലെ ആയിത്തീരുക എന്നാണ് ഒരു ക്രിസ്ത്യ ശിഷ്യൻ എപ്പോഴും അവൻ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ആയിത്തീരാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു വളർച്ചയുണ്ടാകും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവസഭകളിലൊക്കെ അന്നിരുന്ന പോലെ തന്നെ ഇന്നും ഇരിക്കുക, അല്ലേ? അങ്ങനല്ല. സ്തോത്രം. ദൈവദാസന്മാരൊക്കെ ദൈവസഭയെക്കുറിച്ച് അവരുടെ ഹൃദയത്തിനകത്ത് ആഴമായ വിഷൻ, ആ ദർശനം വയ്ക്കുമ്പോൾ അവരുടെ മുന്നിൽ അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആടുകളെ, ദൈവത്തിൻ്റെ ജനത്തെ ക്രിസ്തുവിൽ വളർത്താനുള്ള വലിയ ദൗത്യം അവരെ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ വളരണം. അല്ലാതെ ഇങ്ങനെ ഇരുന്ന് മന്ദബുദ്ധികൾ, നമുക്കറിയത്തില്ല, മന്ദബുദ്ധി എന്ന് പറഞ്ഞ ഒരു ഡിസ്ക്രേസ് ചെയ്ത് പറഞ്ഞ ഒരു പദമല്ല. ബുദ്ധി മന്ദീഭവിച്ചത് എന്ന് പറഞ്ഞാൽ വളർച്ചയില്ല, ഒരേ സ്റ്റേജാണ് എപ്പോഴും. അങ്ങനെ ആകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സഭയ്ക്കകത്ത് വരുമ്പോൾ ആമേൻ, അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങുകൾ, മറ്റു കാര്യങ്ങളൊക്കെ സഭയ്ക്കകത്ത് നടക്കുന്ന എന്തിനാണ്? വളർച്ചയ്ക്ക് വേണ്ടിയാണ്, ക്രിസ്തുവിൽ വളരുക. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, മാറ്റം ഉണ്ടാകണം. മാറ്റത്തിലൂടെ നമുക്കൊരു വളർച്ച ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ശിഷ്യത്വം എന്ന പാഠം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വളരണം. വലിയ ദാഹമുണ്ടോ അങ്ങനെ വളരണമെന്ന്? ആമേൻ. അതിനെ സഭ പ്രബോധിപ്പിക്കുന്നത്, സഭ ഉത്സാഹിപ്പിക്കുന്നത്, ദൈവദാസന്മാർ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുക, ദൈവത്തിൻ്റെ ദൂത് കേൾക്കാൻ പോവുക. എന്തിനങ്ങനെ വന്ന് പ്രസംഗിക്കുന്ന? സഭയെന്ന വലിയ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൈവിക നിയോഗം ഏറ്റെടുത്ത് നടന്നൊരു വലിയൊരു സ്ഥാപനത്തെ, ആമേൻ, കർത്താവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്ന, കർത്താവിന് വേണ്ടി പ്രിസർവ് ചെയ്തിരിക്കുന്ന ഈ സഭയെ, മണവാട്ടി സഭയെ ഒരുക്കുന്നതിനുള്ള പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷയെ കർത്തൃദാസന്മാരിലൂടെ, വചനത്തിലൂടെ, പ്രബോധനത്തിലൂടെ, ആമേൻ, ഉപദേശത്തിലൂടെ ഇങ്ങനെ വെളിപ്പെട്ടു വരിക. അവരിങ്ങനെ കിടന്ന് പ്രസംഗിക്കുക. എന്തുവാ? ജനം വളരണം. അവർ നേരത്തെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഇരിക്കാനല്ല. സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഈ കർത്താവിലൊന്ന് വളരണം? ഞാൻ എത്ര നാളുകൊണ്ട് ആമേൻ ഇങ്ങനെ ഇരുന്ന് കൈകൊട്ടുന്നു, പാട്ട് പാടുന്നു, അന്യഭാഷ പറയുന്നു. കർത്താവേ, എനിക്ക് ആത്മവരങ്ങൾ വേണം. ഹല്ലേലൂയ. നിൻ്റെ സഭയെ, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുവാൻ, മറ്റ് ആമേൻ കർത്താവിനെ അറിയാത്തവരെ, ആമേൻ, വരമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ശുശ്രൂഷ നമ്മുടേത് ഒത്തിരി അനുഗ്രഹമായിരിക്കും. കർത്താവിനെ അറിയാത്തവർ, കർത്താവ് എന്ത് ചെയ്തു?
ചെയ്തപ്പോൾ തന്നെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ വചനത്തെ അവൻ ഉറപ്പിച്ചു പോന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിൽ ആഗ്രഹിക്കേണ്ടത് വചനം ഉറയ്ക്കണമെങ്കിൽ, വചനം സത്യമായി വെളിപ്പെടണമെങ്കിൽ നമ്മളിൽ വരങ്ങൾ വേണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമാണ് തരുന്നത്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, വരമുള്ളത് കൊണ്ട് മാത്രം കാര്യം നിർത്തരുത്, സംതൃപ്തി ഉണ്ടാകരുത്. ഫലം വെളിപ്പെടണം. ഫലമില്ലാത്ത വൃക്ഷം എന്താ? ഇല്ലേ? ആകാത്ത ഫലം നമ്മൾ പുറപ്പെടുവിക്കാൻ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല. സ്തോത്രം. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ആദ്യത്തെ കാര്യം, നമുക്ക് മാറ്റമുണ്ടാകണം, ക്രിസ്തുവിൽ നമുക്ക് വളർച്ചയുണ്ടാകണം. രണ്ടാമത്, സജീവമായൊരു പങ്കാളിത്തം നമുക്ക് വേണം. മൂന്ന്, അത് നടപ്പിൽ വരുത്താനുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. ഹല്ലേലൂയ. അത് അപ്ലൈ ചെയ്യണം. ആമേൻ. സ്തോത്രം. ഇതൊക്കെ നമ്മൾ വിചാരിക്കും മാനുഷിക ബുദ്ധിയിലാണെന്ന്. പരിശുദ്ധാത്മാവ് നമ്മൾ തയ്യാറായാൽ അത് നടപ്പാക്കി തരും. പരിശുദ്ധാത്മാവ് നമ്മൾ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് പ്രവർത്തിക്കുന്നത്. വെറുതെ ഇരിക്കുന്ന ഒരാളിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ലോകത്ത്? അല്ലേ? നിങ്ങളൊക്കെ ജോലിയുള്ളവരാ അല്ലേ? ജോലി ഉണ്ടെന്നും പറഞ്ഞാൽ, ഡെസിഗ്നേഷൻ ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളുടെ ബാങ്കിനകത്ത് രണ്ടാഴ്ച കൂടുമ്പോൾ പൈസ ഒന്ന് വീഴത്തില്ല. സ്തോത്രം. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ വളരെ ഭംഗിയായി, ആക്റ്റീവായി, ഫെയ്ത്ത്ഫുള്ളായി അവർ പറയുന്ന വിത്തിൻ ദ ടൈമിൽ നമ്മളത് ചെയ്ത് തീർക്കാൻ കാണിക്കുന്ന ഉത്സാഹം. പിന്നെ ഒത്തിരി ഇൻപുട്ട് കൂടുതൽ നമ്മുടേതായിട്ട് ഇടുമ്പോഴാണ് കമ്പനി തിരിച്ചറിയുന്നത്, സ്മാർട്ടാണ് ഇയാൾക്ക് പ്രൊമോഷൻ കൊടുക്കണം, ഇയാൾ ഇപ്പം നിൽക്കുന്ന ആ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ആ ടൈറ്റിലിനേക്കാൾ ഇയാൾ മിടുക്കനാണ്, അടുത്തൊരു ടൈറ്റിലിന് ഹയറായ ഒരു ടൈറ്റിലിന് ഇയാൾ യോഗ്യനാണ്. അപ്പോൾ എന്തു ചെയ്യും? പ്രൊമോഷൻ തന്ന്, അത് ഫിനാൻഷ്യലിയും തന്ന് നമ്മളെ ഉയർത്തും. അത് ലോകത്തിൻ്റെ കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കാര്യം നോക്കി, നമ്മൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ, നമ്മൾ പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ഹൃദയത്തിനകത്ത് ആഗ്രഹം വരുമ്പോൾ, സ്തോത്രം, പരിശുദ്ധാത്മാവ് പറയും, വെൽ ഡൺ, നല്ലതാ കുഞ്ഞേ, ഹല്ലേലൂയ, ഞാൻ സഹായിക്കാം, ഞാൻ സഹായകനായിരിക്കാം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ അഭിഷേകത്തെ പകർന്നു തരാം, ഞാൻ ഏറിയ കൃപ നിനക്ക് പകർന്നു തരാം, നീ തയ്യാറായല്ലോ, നീ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായല്ലോ, ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം. വളരെ ഉത്സാഹത്തോടെ, വളരെ ആമേൻ സ്തോത്രം, ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ഇടപെടാൻ തുടങ്ങും. അപ്പോൾ നമുക്കെന്ത്? ഒരു വിശേഷമായ ഊർജ്ജം നമുക്ക് കിട്ടും. നമുക്കൊരു വിശേഷമായ, അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഒരു ഊർജ്ജം, മുന്നോട്ട് പോകാനുള്ളൊരു കൃപ, ഒരു ദൈവശക്തി ആമേൻ നമ്മുടെ മേൽ അവൻ പകർന്നു തരുമ്പോൾ നമുക്ക് വിശേഷമായ ആമേൻ ആ അധികാരവും അഭിഷേകവും കൃപയും ഒക്കെ ലഭിക്കുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാം. അതാ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ച്. എല്ലാ ദൈവദാസന്മാരും ആഗ്രഹിക്കുന്നത് ആമേൻ അതാണ്. സ്തോത്രം. നിങ്ങളങ്ങനെ വളരണം. ഒരു സഭയിൽ ദൈവം നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സഭയിൽ ദൈവം നിങ്ങളെ നട്ട് നനയ്ക്കുന്നത് എൽഡേഴ്സ്, പാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ കൃപാവരപ്രാപ്തർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാരൊക്കെ നിങ്ങളെ വളർത്തുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവെന്ന തലയോളം വളരുക. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആഗ്രഹിക്കുന്നവരെല്ലാം കർത്താവിനോട് പറയും, എനിക്കിത് പോരാ, ആമേൻ ഞാൻ പ്രസംഗകനായിരിക്കാം, ഞാൻ സുവിശേഷകനായിരിക്കാം, ഞാൻ കൃപാവരപ്രാപ്തനായിരിക്കാം, ഒത്തിരി ഫലങ്ങൾ എന്നിലുണ്ടെന്ന് എനിക്കറിയാം, മറ്റുള്ളവർ തിരിച്ച് എനിക്ക് പോരാ, ഇത് പോരാ, ഇത് പോരാ. നമ്മൾ പാട്ട് പാടും, ഇത് പോരായേ, ഇത് പോരായേ, നിൻ്റെ സ്നേഹം പോരായേ കർത്താവേ, ഇനിയും എനിക്ക് ആഗ്രഹമുണ്ട് ആ ആത്മക്കടലിൽ നിന്ന് മുങ്ങിത്താഴാൻ. ഹല്ലേലൂയ, എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സ്റ്റെപ്പുകൾ വെക്കുന്ന ഒരാളിനെ കർത്താവ് വളർത്തും, ആത്മാവിൽ വളർത്തും കർത്താവ്. അങ്ങനെയുള്ളവരാ വളർന്നു. കണ്ടോ, ചിലരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പെട്ടെന്ന് അവർ വളർന്നു പോകുന്നില്ലേ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിടുന്ന ഇൻപുട്ട് ആമേൻ എല്ലാത്തിലും സജീവമായ, ആക്റ്റീവായ പാർട്ടിസിപ്പേഷൻ. ഒരു സഭയിൽ നിങ്ങൾ വന്ന ചിലരെ നമ്മൾ ദർശിച്ചിട്ടുണ്ടോ? അവരോട് കസേര ഇടാൻ പറയണ്ട, ഒരു ഇൻസ്ട്രക്ഷനും കൂടെ നോക്കിയും കണ്ടും അങ്ങ് ചെയ്യുക. അവർ പെട്ടെന്ന് വളരും. എന്നാൽ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് കാണട്ടെ, എന്നോട് ഇങ്ങോട്ട് സംസാരിക്കട്ടെ, എനിക്ക് ഇങ്ങോട്ട് വന്ന് കൈതരട്ടെ, എന്നെ ഗൗനിച്ചില്ലല്ലോ, എന്നോടൊന്ന് സംസാരിച്ചില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ, നമ്മളെ ആരും എൻകറേജ് ചെയ്യാനില്ലെങ്കിലും, നമുക്കാരും വന്ന് കൈതരാനില്ലെങ്കിലും, ആരും നമ്മളോട് പ്രൈസിലോട് പറയാനില്ലെങ്കിലും, ആ വാതിൽ ഇങ്ങോട്ട് കടന്ന് സ്തോത്രത്തോടെ വന്നിട്ട് കാണുന്നവർക്കൊക്കെ നിങ്ങളൊന്ന് ഇനിഷ്യേറ്റീവായി ആമേൻ ആ കരമൊന്ന് കൊടുത്തിട്ട് ഒരു സ്തോത്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളാ സെറ്റിലാകുന്നത്.
നിങ്ങളിലാണ് സമാധാനം ആദ്യം വരുന്നത്. ആമേൻ. എന്നാൽ ആമേൻ കണ്ടിട്ട് കാണാതെ പോവുകയും ആമേൻ വിഷ് ചെയ്യാതെ പോവുകയും ആമേൻ സജീവമായ ക്രിസ്തുവിൻ്റെ സഭയ്ക്കകത്തുള്ളൊരു പങ്കാളിത്തം നമ്മളെ ആരെങ്കിലും ഇങ്ങനെ എൻകറേജ് ചെയ്യണം, പുറകെ നിൽക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് ഞാൻ ഈ സഭയുടെ ഭാഗമാണ്, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ് ഞാൻ, എന്നെ അവിടെ ആക്കിയിരിക്കുന്നത് ഈ സഭയോട്, ഈ ശരീരത്തോട്, ക്രിസ്തു തലയായിരിക്കുന്ന ആമേൻ ഈ മുഴു ശരീരത്തോട് എനിക്കൊരു കടമയുണ്ട്, കർത്തവ്യമുണ്ട്, എനിക്കൊരു നിയോഗമുണ്ട്, എനിക്ക് ചില ആമേൻ വേലയുണ്ട്, ഇതിനകത്ത് എനിക്കൊരു പ്രോജക്റ്റ് എന്നെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആരെന്നോട് മിണ്ടിയില്ലെങ്കിലും കണ്ടില്ലെങ്കിലും ആമേൻ പറഞ്ഞില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് പോകുന്നവരെ ഞാൻ ഇവിടുന്ന് വെളിയിലിറങ്ങിപ്പോയി കാണും, ബസ്സേ കയറാൻ പോകുന്നവരെ. അപ്പോൾ ഞാൻ വിചാരിക്കുക എല്ലാവരും ഇങ്ങോട്ട് വന്ന് പാസ്റ്ററിന് കൈ തരണം, പാസ്റ്ററിനോട് സംസാരിക്കണം. ഇന്ന് ഞാൻ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. നമ്മളങ്ങ് വിട്ടുകൊടുക്കണം, സാക്രിഫിഷ്യലായിട്ട് എന്ത് ചെയ്യണം? സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെല്ലാവരോടും ഇണങ്ങിച്ചേരണം, പ്രാർത്ഥിക്കണം, കർത്താവേ എല്ലാവരോടും ഇണങ്ങിച്ചേരാനൊരു കൃപ തരണം. കണ്ണ് പറയാണ്, കയ്യെ ഇന്ന് നോക്കാത്തത് കൊണ്ട് ഞാൻ മറച്ചിങ്ങനെ വെച്ചേക്കുക, ഇന്ന് അവൻ്റെ ദൃഷ്ടിയിൽ ഞാൻ പെടുന്നില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. എന്നും നടക്കാൻ പറ്റുമോ അങ്ങനെ? ഈ കണ്ണൊക്കെ മുന്നോട്ട് നടക്കാനുള്ള കാഴ്ച തരുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, അതിൻ്റെ എല്ലാ ഡയറക്ഷൻ ഈ ബ്രെയിനകത്ത് വരുമ്പോൾ ആമേൻ സ്തോത്രം നമുക്ക് കൈ വീശാൻ തോന്നും. ഇങ്ങനെ വെച്ചുകൊണ്ട് ഒത്തിരിയേറെ നടക്കാൻ പറ്റുമോ? കൈ വീശുന്നത് കൊണ്ടാണ് മുന്നോട്ടൊരായാസം വരുന്നത്, നടക്കാനുള്ളൊരു പ്രേരണ കിട്ടുന്നതാണോ? നിങ്ങൾ കണ്ടിനെ രാവിലെയൊക്കെ നടക്കാൻ പോകുന്നവർ എക്സസൈസ് ആണെങ്കിൽ തന്നെ കൈ ഒന്ന് നല്ലപോലെ വീശുമ്പോൾ ഭയങ്കര ഊർജ്ജമാണ് മുന്നോട്ട് നടക്കാൻ, ഇല്ലേ ബസ്സേ? കൈ പറയാ ഞാൻ വീശുന്നില്ല, കണ്ണെന്നെ നോക്കിയില്ലെന്ന്, കണ്ണ് ആമേൻ ശരിയായ ഒരു ശ്രദ്ധ എനിക്കിന്ന് തരുന്നില്ല, അതുകൊണ്ട് ഇച്ചിരി ഒരു പാഠം ഞാൻ പഠിപ്പിച്ചേക്കാം കണ്ണിനെ, ഇന്ന് ഞാൻ അവൻ്റെ ദൃഷ്ടിയിൽ വരുന്നില്ല, ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കും. പറ്റുമോ? ശരീരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് സഭ, ഇതാ സഭ. നമ്മളെ ആരും ശ്രദ്ധിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങോട്ടൊന്ന് പോയി. ഇനിയിപ്പം മിണ്ടാത്ത ആരെങ്കിലും, ഇവിടെ കൃപയാൽ അങ്ങനെ ഇല്ല, ഇനി മിണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 10 പ്രാവശ്യം വിട്ടുകൊടുക്കരുത്. അവൻ അങ്ങോട്ടൊന്ന് സ്വതന്ത്രം പറയണം. ചിലപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കും, എനിക്കറിയത്തില്ല നിങ്ങളൊക്കെ എങ്ങനെയുള്ള ബന്ധമെന്ന് അറിയത്തില്ല. ഇങ്ങനെ തിരിഞ്ഞ് ഇന്നാ പറഞ്ഞാൽ പ്രൈസലോട് പറഞ്ഞ് ഇങ്ങോട്ട് തിരി വന്നേ അങ്ങോട്ട് തന്നെ വീണ്ടും തിരിയണം. ഒന്ന് പ്രൈസലോട് പറഞ്ഞു, രണ്ടാമത്തെ ദിവസവും പറഞ്ഞു, മൂന്നാമത്തെ ദിവസം പറഞ്ഞു, നാലാമത്തെ ദിവസം തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ട് വേണം, കർത്താവേ ഇണങ്ങി ചേരാൻ കൃപ തരണമേ, ഒന്ന് ചേർത്ത് നിർത്താനുള്ള കൃപ തരണമേ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ കൃപ തരണമേ, ആമേൻ ഇതൊരു സ്തോത്രം ചിരിച്ചുകൊണ്ട് പറയാനൊരു കൃപ തരണേ എന്ന സ്നേഹത്തെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങിയ 1 അല്ല 2 അല്ല 3-ാമത്തെ പ്രാവശ്യം ഡെഫിനറ്റ് വീണിരിക്കും ആള്. മാതൃക കാണിച്ചു കൊടുക്കണം. എല്ലാവരും അങ്ങനെ ഒന്ന് ശ്രമിച്ചാണ്ടല്ലോ ഈ സഭയിലേക്ക് ആളുകൾ ഇടിച്ചു കയറും. പണ്ട് 50 പേരും 25 പേരും 30 പേരും ഉള്ളപ്പോൾ സഭയെക്കുറിച്ച് ആ സഭയിൽ ചെന്നാൽ ഭയങ്കര വെൽക്കമിങ്. കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? ചെന്ന് കഴിഞ്ഞ് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, ഹഗ് ചെയ്യുന്നു, ഒരു കൈ പിടിച്ചെന്ന് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതിങ്ങനെ വളർന്ന് വരുമ്പോൾ എന്തു ചെയ്യും? ആർക്കും ആരെയും അറിയത്തുമില്ല, ആർക്കും ആരോടും താല്പര്യമില്ല. ഒരു റോബോട്ടിക് മെഷീൻ വരുന്ന പോലെ രാവിലെ ഇങ്ങോട്ട് വരും, ഒരു പാട്ടിടുമ്പോൾ സ്വിച്ച് ഇടുമ്പോൾ ഒരു കയ്യടി വരുന്നു, ഒരു അന്യഭാഷ വരുന്നു, കുറച്ച് നേരം വചനം കേൾക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നു. നമുക്കിഷ്ടമുള്ള ചില മുഖങ്ങളുണ്ട്, അവരോടൊക്കെ ഒന്ന് കണ്ടിട്ടൊരു സ്തോത്രം പറയുന്നു. ഇഷ്ടമില്ല, അവൾ ഇന്ന് കണ്ടിട്ട് എന്നോട് മിണ്ടിയില്ല എന്നും പറഞ്ഞ് തിരിഞ്ഞ് ഒരൊറ്റ പോക്ക്. ആ പോക്കിനൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ടല്ലേ? അങ്ങനല്ല സ്തോത്രം. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളിനെ നിങ്ങളൊരു 3 പേരെ സഭയ്ക്കകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആമേൻ പേഴ്സണലി കൂടുതൽ ആമേൻ അവരുമായിട്ട് കൂടുതൽ ബന്ധങ്ങളില്ലെങ്കിൽ ആ ബന്ധങ്ങൾ മിനിമം ഒരു സഭായോഗത്തിൽ വന്ന് മിനിമം 3 ബന്ധം ഒന്ന് ഉറപ്പിച്ചിട്ട് പോകണം. അങ്ങനെ ഓരോരുത്തരൊന്ന് ചെയ്തു നോക്കിയേ, എന്തോ സ്നേഹമായിരിക്കും, എന്തോ ഐക്യതയായിരിക്കും സഭയിൽ. വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം, ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, നമുക്ക് തിരുത്താനുള്ളിടത്തൊക്കെ തിരുത്തണം. പക്ഷേ ഹൃദയത്തിൽ നിന്ന് ദൈവസ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ ദൈവസ്നേഹമാണ് നമ്മളെ നിറയ്ക്കുന്നത്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഒരു പരമസത്യം ഞങ്ങളോട് പറയാം. ആരെങ്കിലും നമ്മൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായെങ്കിൽ ഞാൻ തന്നെ അതിനെ സൊല്യൂഷൻ കണ്ട് എന്നറിയോ, അവരെ കൂടുതൽ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങും, അവരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സ്വസ്ഥത കിട്ടുന്നേ ഇല്ലേ? പക്ഷേ നമുക്കല്ലേ ആദ്യമായിട്ടും എൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നേ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അത് മനസ്സിൽ ഇങ്ങനെ കിടന്നാൽ വീണ്ടും അടുത്ത ആഴ്ച വരുമ്പോൾ വീണ്ടും പിരിമുറുക്കം, ടെൻഷൻ, സ്ട്രെസ്സ്. അതിനെയൊക്കെ മാറ്റണമെങ്കിൽ ചെയ്യുന്ന ഏക ഉപാധി എന്തെന്ന് ചോദിച്ചാൽ അവരെ അങ്ങ് തീർത്ത് സ്നേഹിച്ചാൽ മതി, അങ്ങ് ചേർത്ത് നിർത്തിയാൽ മതി. ഒരു 10 പ്രൈസലോട് പറഞ്ഞാൽ മതി, കൂടുതൽ അവരോടങ്ങ് സംസാരിക്കാൻ സമയം എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയം അങ്ങോട്ട് ശാന്തമാകാൻ തുടങ്ങും. അപ്പോൾ ദൈവസ്നേഹം നമ്മളില്ലെന്ന് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. അപ്ലൈ ചെയ്യണം ഇത്. അതാണ് സ്തോത്രം, ഹല്ലേലൂയ.
സഭയിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുമ്പോൾ ആമേൻ നമ്മളിതാ ആപ്ലിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 3 റിലേഷണൽ ആൻഡ് കമ്മ്യൂണൽ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കത്തില്ല. നമുക്ക് മെൻറ്റേഴ്സ് വേണം ഈ ലോകത്ത്, അല്ലേ? പാസ്റ്റർ തീരുമാനിക്കുക, ഞാൻ രാവിലെ തൊട്ട് വചനമൊക്കെ പഠിച്ച് എനിക്ക് ഇത്രയൊക്കെ ഞാൻ കേമനാണ്, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിരുന്ന സഭയും വളരത്തില്ല, ഞാനും വളരത്തില്ല. എനിക്ക് എത്രയൊക്കെ റിസോഴ്സുകൾ ഈ ലോകത്ത് കിട്ടാവും അതെല്ലാം ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ആത്മീയ വിഷയമാണെങ്കിൽ, ഇൻഫർമേഷൻ ആണെങ്കിൽ, ദൈവത്തിൻ്റെ സഭയെ പഠിപ്പിക്കാനുള്ളതാണെങ്കിൽ അത് സ്വീകരിക്കണം. ആമേൻ, ഹല്ലേലൂയ. അത് ആരുമായിട്ടും ആമേൻ അതിനുള്ള ബന്ധത്തെ സ്ഥാപിച്ച് നമ്മളത് പഠിച്ചാൽ എന്താ പ്രയോജനം എന്നറിയോ? ഞാൻ പഠിച്ച എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാം. അതാണ് ഹൃദയം നിറഞ്ഞ് കവിയുന്നത്. വാപസ് നമ്മളിലേക്ക് നിറയുന്നതൊക്കെ കവിയണമെങ്കിൽ എന്തു ചെയ്യണം? സ്തോത്രം, നമ്മൾ പഠിക്കണം, വല്ലതൊക്കെ നല്ലതൊക്കെ പഠിക്കണം. ഇപ്പം നമ്മളെല്ലാവരും ഒരു മനുഷ്യരും പൂർണ്ണരല്ലേ ലോകത്താന്നോ? പൂർണ്ണരാന്ന് പറയുന്നവരെ ആരെങ്കിലും ഉണ്ട്? നമ്മുടെ കർത്താവല്ലാതെ ആരുമില്ല ലോകത്ത് പൂർണ്ണരായി. അപ്പോൾ നമ്മുടെ മേരിക്കുട്ടി ആൻറ്റി വന്ന് ചിലപ്പോൾ ഒരു മുട്ടായി തരും, ഷുഗറുള്ളതുകൊണ്ട് ആൻറ്റിക്ക്. അപ്പം വിനുവിനും എനിക്കും ഇപ്പോൾ തരുന്നില്ല, 1-2 ആഴ്ച കൊണ്ട് ഒരു മുട്ടായി പാസ് ചെയ്തിരിക്കട്ടെ. സ്നേഹം കൊണ്ട് തരുന്ന ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് പാസ്റ്റർ രാവിലെ ആരാധനയ്ക്കൊക്കെ വരുമ്പോൾ ഫുഡൊന്നും കഴിക്കാതെ വരുന്നത്. ആൻറ്റി അങ്ങനെ അപ്പം പോകുന്നതിന് മുമ്പ് ആൻറ്റി ബാഗിനകത്ത് കുറേ മുട്ടായിയൊക്കെ കരുതും. ചിലർക്ക് കൊടുക്കും, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഇത്രയും പേർക്ക് മുട്ടായി കൊണ്ട് രാവിലെ വരാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഒരു മുട്ടായിയൊക്കെ തരും. എന്തോ സ്നേഹമാണ് നമുക്ക്. ആ മുട്ടായി നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്താ ഒരു മാതൃവാത്സല്യം നമ്മൾ അനുഭവിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടോ? മാതാവിൻ്റെ വാത്സല്യം, ഒരു കരുതൽ, ഒരു മുട്ടായിയാണ്, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അതിങ്ങോട്ട് കയ്യിലോട്ട് തരുമ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു കരുതലും സ്നേഹവും വാത്സല്യവും എത്ര അനുഗ്രഹം അല്ലേ ആൻറ്റി? ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണ്ടത്തെ വിശ്വാസികൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അവരുടെ ഇല്ലായ്മയിലും അവരും കൊടുക്കും. മക്കതോന്യ സഭ എന്തുമായിരുന്നു, അല്ലേ? നമ്മളന്നെ തിരുമ്മി അങ്ങനല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ഹല്ലേലൂയ. കൊടുക്കുന്നതൊക്കെ സന്തോഷത്തോടെ, സ്നേഹമാണെങ്കിലും മുട്ടായി ആണെങ്കിലും ദ്രവ്യമാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയാണെങ്കിലും എല്ലാം സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി. കർത്താവ് എല്ലാം തന്നീ ലോകത്ത്. അവൻ സകലത് നമുക്ക് വേണ്ടി തന്നിട്ടാണ് പോയി. അവൻ തന്നത് കൊണ്ടാണ് നമ്മളൊക്കെ നിറഞ്ഞിവിടെ ഇരിക്കുന്നത്.